ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. ദീർഘകാലമായി കാത്തിരുന്ന റെയിൽവേ വികസനത്തിന് കേരളത്തിൽ വീണ്ടും ചലനം. തീരദേശപാത ഇരട്ടിപ്പിക്കൽ മുതൽ ശബരിപാതയും ഗുരുവായൂർ തിരുനാവായ റെയിൽവേ ലൈൻ വരെ നിർണായക പദ്ധതികളിലെ തടസ്സങ്ങൾ നീങ്ങുന്നതായാണ് റെയിൽവേ വൃത്തങ്ങളുടെ സൂചന. കേന്ദ്ര ബജറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനവും ഈ പദ്ധതികൾക്ക് നിർണായക വഴിത്തിരിവാകുമെന്നാണ് പ്രതീക്ഷ. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തും. റെയിൽവേയുടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ചങ്ങനാശ്ശേരി, ഷൊർണൂർ, കുറ്റിപ്പുറം ഉൾപ്പെടെ നവീകരിച്ച റെയിൽവേ സ്റ്റേഷനുകൾ രാജ്യത്തിന് സമർപ്പിക്കും. പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ഉൾപ്പെടെയുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്നാണ് സൂചന. എറണാകുളം അമ്പലപ്പുഴ തീരദേശപാതയിലെ ഇരട്ടിപ്പിക്കൽ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തുറവൂർ മാരാരിക്കുളം ഭാഗത്തിന് 430 കോടി രൂപയും ആലപ്പുഴ അമ്പലപ്പുഴ ഭാഗത്തിന് 313 കോടി രൂപയുമാണ് എസ്റ്റിമേറ്റ്. റെയിൽവേയുടെ പ്രാഥമിക അനുമതി ലഭിച്ച പദ്ധതിക്ക് 1 മാസത്തിനകം അന്തിമാനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. എറണാകുളം തുറവൂർ വരെ ജോലികൾ പുരോഗമിക്കുകയാണ്. അങ്കമാലി എരുമേലി ശബരി പാതയിൽ ചിലവ് പങ്കിടൽ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ പാത തിരുവനന്തപുരം വരെ നീട്ടാനുള്ള നിർദ്ദേശവും സജീവമാണ്. 30 വർഷമായി മരവിപ്പിക്കപ്പെട്ട ഗുരുവായൂർ തിരുനാവായ റെയിൽവേ ലൈൻ പുനരുജ്ജീവിപ്പിക്കാൻ ദക്ഷിണ റെയിൽവേ ശുപാർശ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ബജറ്റിൽ ഇതിനായി 45 കോടി രൂപ നീക്കിവച്ചിരുന്നു. ഫെബ്രുവരി 1 അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് കൂടുതൽ വിഹിതവും പുതിയ റെയിൽവേ പദ്ധതികളും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് റെയിൽവേ മന്ത്രാലയവും യാത്രക്കാരും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലും സഹകരണ സംഘങ്ങളിലുമുള്ള നിക്ഷേപങ്ങൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കി സർക്കാർ വിജ്ഞാപനം. നിക്ഷേപ ഗ്യാരണ്ടി തുക 10 ലക്ഷം രൂപയായി ഉയർത്തി. വാണിജ്യ ബാങ്കുകളിലെ നിക്ഷേപങ്ങൾക്ക് കേന്ദ്ര നിക്ഷേപ ഗ്യാരണ്ടി കോർപ്പറേഷൻ നൽകുന്ന പരിരക്ഷ 5 ലക്ഷം രൂപയായിരിക്കെയാണ് സഹകരണ മേഖലയിലെ നിക്ഷേപക സംരക്ഷണം വർദ്ധിപ്പിച്ചത്. സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡിന്റെ പരിധിയിൽ വരുന്ന ബാങ്കുകളിലും സംഘങ്ങളിലുമുള്ള നിക്ഷേപങ്ങൾക്ക് ഇനി 10 ലക്ഷം രൂപ വരെ പരിരക്ഷ ലഭിക്കും. ബാങ്കുകൾ പൂട്ടൽ നടപടിയിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് ഗ്യാരണ്ടി തുക നൽകുക എന്നതാണ് വ്യവസ്ഥ. നിക്ഷേപ പരിരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ബോർഡിന്റെ സാമ്പത്തിക ശേഷി കൂട്ടണമെന്ന് ഭരണസമിതി ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് 2025 ഏപ്രിൽ മുതൽ മൊത്തം നിക്ഷേപത്തിന് 100 രൂപയ്ക്ക് 2 പൈസയും 2026 ഏപ്രിൽ മുതൽ 4 പൈസയും നിരക്കിൽ വിഹിതം നൽകണമെന്ന വ്യവസ്ഥ സർക്കാർ നടപ്പിലാക്കി. ഇത് സഹകരണ ബാങ്കുകൾക്കും സംഘങ്ങൾക്കും അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി സഹകാരികൾ പ്രതിഷേധം അറിയിച്ചു. അതേസമയം പ്രതിസന്ധിയിലായ സഹകരണ ബാങ്കുകൾക്ക് സഹായം നൽകുന്നതിനായി അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ ഗ്യാരണ്ടി ഫണ്ട് ബോർഡിന് കൈമാറണമെന്നും വിജ്ഞാപനത്തിൽ വ്യവസ്ഥയുണ്ട്. 10 വർഷമായി അവകാശികളെത്താത്ത നിക്ഷേപം ഏകദേശം 700 കോടി രൂപയോളം വരുമെന്നാണ് കണക്ക്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.